നിങ്ങൾക്കറിയാമോ, നമ്മുടെ താജ്മഹൽ പണിയായി നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിക്ക് വേണ്ടി വന്നത് 22 വർഷങ്ങളാണ്. 22 വർഷത്തെ നീണ്ട പ്രയത്നവും കഠിനാധ്വാനവും കൊണ്ട് അനവധി ആൾക്കാരുടെ ജീവനും അല്ലെങ്കിൽ അനവധി തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ടാണ് നമ്മുടെ താജ്മഹൽ പണിതത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. ഇത് പറയാൻ കാരണം ഒറ്റ രാത്രി കൊണ്ടൊന്നും നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല, അല്ലേ? അതിന് അനവധിയായിട്ടുള്ള പരിശ്രമവും കഠിനാധ്വാനവും സ്ഥിര ഉത്സാഹവും ഒക്കെ വേണം. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടും. ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെ പഠിക്കാം. നമ്മൾ തരുന്ന ഓരോ ക്ലാസ്സും നിങ്ങളുടെ താജ്മഹലിലേക്കുള്ള ഓരോ കട്ടകളായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇംഗ്ലീഷിൻ്റെ നിങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ ഇംഗ്ലീഷിന് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇപ്പോൾ PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഇപ്പോൾ RRB ആയിക്കോട്ടെ, എല്ലാത്തിനും ഇംഗ്ലീഷിനെ 2 പാറ്റേൺ ആയിട്ട് അല്ലെങ്കിൽ 2 ഘട്ടമായിട്ടാണ് തിരിക്കുന്നത്. അതിൽ തന്നെ ഗ്രാമറിൻ്റെ പോർഷൻ കാണും, പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ വൊക്കാബുലറിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിന് നമുക്ക് ഭേദപ്പെട്ട മാർക്ക് വാങ്ങാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ PSC എടുക്കുകയാണെങ്കിൽ PSC 20 മാർക്കിനാണ് അല്ലേ ഇംഗ്ലീഷ് ചോദിക്കുന്നത്. അതിൽ 10-10 ഇതിൽ തിരിക്കാം. 10 മാർക്ക് ഗ്രാമറിനും 10 മാർക്ക് വൊക്കാബുലറിക്കും. ഓക്കെ, അപ്പം ഒന്നും പേടിക്കണ്ട, നമുക്ക് ഇതെല്ലാം പതിയെ പഠിക്കാം. സ്റ്റെപ്പായിട്ട് പഠിക്കാം. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പല ക്ലാസ്സുകളിലും, അല്ലെങ്കിൽ പല ഇതേപോലുള്ള ക്ലാസ്സുകൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ബേസ് മുതൽ പഠിക്കാം, അല്ലേ? നമ്മൾ അടിസ്ഥാനം ശരിയായി മാത്രമേ നമുക്കൊരു വീട് അതിൽ കെട്ടിപ്പൊക്കാൻ പറ്റൂ. അപ്പോൾ അടിസ്ഥാനം അറിഞ്ഞിടാത്ത ആൾക്കാർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈ പറയുന്ന സബ്ജക്റ്റ്, പിന്നെ വെർബ്, ഒബ്ജക്റ്റ്, അല്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങളൊരു സംഭവം വായിക്കണം, ഒരു സെൻറ്റൻസ് വായിക്കണമെങ്കിൽ അതിൽ ചിലപ്പോൾ സബ്ജക്റ്റ് കാണും, വെർബ് കാണും, ഒബ്ജക്റ്റ് ആണ്. എന്താണ് ഈ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ 3 സാധനങ്ങൾ പഠിച്ചാലേ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റൂ. ഈ ടെൻസസും പിന്നെ ഈ പറയുന്ന ഗ്രാമർ പോർഷനിലെ മിക്ക സാധനവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും രാമൻ രാവണനെ കൊന്നു, അല്ലെങ്കിൽ രാവണൻ രാമനാൽ വധിക്കപ്പെട്ടു. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളാണ്, അല്ലേ? കർത്താവ്, ക്രിയ, കർമ്മം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ പഠിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ടെൻസസ് ആണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഗ്രാമറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ടെൻസാണ്, അല്ലെങ്കിൽ കാലങ്ങളാണ്. പിന്നെ അതിൽ തന്നെ ഓക്സിലറി വെർബ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻസസ് ഈസി ആയിട്ട് പഠിക്കാം. ഓക്സിലറി വെർബിൻ്റെ ഫാമിലീസ് ഉണ്ട്, പ്രൈമറി ഓക്സിലറീസും പിന്നെ മൊഡാൽ ഓക്സിലറീസും. അപ്പം ഈ ഓക്സിലറി വെർബ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻസസ് പഠിക്കാം. ഈ ടെൻസസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം, ഒന്നുമില്ല. പിന്നെ ഇഫ് ക്ലാസ്, അല്ലേ? ഇഫ് ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ നമ്മളെ പോസിറ്റീവ്, നെഗറ്റീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ ടെൻസ് പഠിക്കണം, കാലങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ, ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ, ഈ ഗ്രാമർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്നും കൂടെ പഠിച്ചു പോകാം. വൊക്കാബ്സും അല്ലെങ്കിൽ വൊക്കാബുലറിയും പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരു 20-25 വൊക്കാബുലറിയും തരാം. അപ്പോൾ അതിൻ്റെ റിവിഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും റിവിഷനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റിവിഷൻ നടത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും വൊക്കാബുലറി നമുക്ക് ക്ലിയർ ആയിട്ട് പോകും, പിന്നെ ഗ്രാമർ പോർഷൻസ് ക്ലിയർ ആയിട്ട് പോകും.